ഹായ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് നിർത്തിവെച്ചതായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സിലബസ് ഇപ്പോഴും അൺസർട്ടനായി തുടരുന്നതിൻ്റെ പേരിലാണ്. പക്ഷെ കഴിഞ്ഞ 19-ാം തീയതി ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ബോർഡ് ഓഫ് സ്റ്റഡീസ്. അപ്പോൾ അതിൽ ഓർഡറായി കിട്ടിയില്ലെങ്കിലും കുറേ ധാരണകളൊക്കെ ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞ ധാരണകൾ ഇതാണ്: നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ BNS കോഴ്സിന് സിലബസിന് കഴിഞ്ഞ വർഷം സിലബസ് തന്നെയാണ്, യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ ഇൻഫർമാറ്റിക്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇൻഫർമാറ്റിക്സ് എന്ന് പറഞ്ഞ പേപ്പർ തന്നെയുണ്ട്, നമുക്കത് മാറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കില്ല. ആ പേപ്പറിൽ കുറച്ച് സിലബസ് ഒക്കെ മാറ്റിക്കൊണ്ട് കുറച്ച് ഒപ്റ്റിക്കൽ ഫൈബർ അങ്ങനെയുള്ള അനുബന്ധ ആക്സസറീസും കൂടി ആഡ് ചെയ്തുകൊണ്ട് അത് പുതുക്കിയേക്കാണ് സിലബസ്. പിന്നെ S4-ൽ നമുക്കുണ്ടായിരുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്നൊരു പേപ്പറും ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റുമാണ്. അപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് മാറ്റണം എന്ന പേപ്പർ മാറ്റണം എന്നുള്ളൊരു ഐഡിയ നമ്മൾ കുറേ കാലമായിട്ട് പറയുന്നതാണ്. പക്ഷെ ഇത്തവണ അത് മാറ്റിയിട്ടില്ല. പക്ഷെ സിലബസ് കുറേ പരിഷ്കരിച്ചിട്ടുണ്ട്. ഈ ഫാക്ടറികൾ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ എന്താണ് പൊല്യൂഷൻ, എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ആഡ് ചെയ്ത് സിലബസ് പരിഷ്കരിച്ചിട്ടുണ്ട്. സിലബസ് എൻ്റെ കയ്യിൽ ഏകദേശം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അത് ഫൈനൽ ഓർഡറായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയച്ചു തരുമ്പോഴാണ് അത് ഫൈനലൈസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് BNS മാറ്റമില്ല എന്ന് അറിയിച്ചതിൻ്റെ പേരിൽ നമ്മളത് വെച്ച് തുടരുന്നു. സിലബസ് വന്നതിന് ശേഷം അനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കും. അപ്പോൾ അതനുസരിച്ച് മുൻ ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ നിർത്തിയത് അവിടുന്ന് തുടങ്ങാണ്. നിങ്ങളുടെ അസൈൻമെൻറ്റ് ഞാൻ വീണ്ടും തരും. എന്തായാലും നിങ്ങളുടെ പരീക്ഷ കഴിയട്ടെ. പരീക്ഷ ഞാൻ എന്തൊക്കെ വരുന്ന അറിയില്ല. പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ അസൈൻമെൻറ്റ് എഴുതിക്കാം. പരീക്ഷ വല്ലാണ്ട് വൈകുന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ് മുമ്പ് തരുകയും ചെയ്യാം. ഞാൻ തൽക്കാലം നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം എന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് സാമ്പിളിങ്ങിനെ പറ്റിയായിരുന്നു. നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്, ജഡ്ജ്മെൻറ്റ് സാമ്പിളിങ് ആൻഡ് അതേഴ്സ്. ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഞാൻ അടുത്ത് കാണാമല്ലോ നമുക്ക് എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് മെത്തേഡ്സ് ഫോർ ഫോർമേഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഇത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ക്ലാസ്സിൽ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് എങ്ങനെ നമ്മൾ എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നുള്ളത്. ലെറ്റ് മീ കണ്ടിന്യൂ. There are two methods for forming class intervals. First one is exclusive technique. In this method, class intervals are so fixed that the upper limit of a class and the lower limit of the next class are the same. In this case, we have continuity of the data. You consider this example given. In a previous example, you have seen class limits 0 to 10, 10 to 20, 20 to 30, etc. And see, whenever you analyze these class intervals, see, upper limit of one class is the same as lower limit of the next class. Here 0 to 10 and next class will be 10 to 20. So an overlapping is there. Suppose in a case if the value is 10, where will you include that value? Okay, that should include in the higher class. For example, a value 20, regarding this example, value 20 is included in 20 to 30 and not in 10 to 20. 10, 20 എന്ന് പറയുന്ന ക്ലാസ്സിൽ 20 ഉണ്ട്, 20, 30 ക്ലാസ്സിലുണ്ട്. അപ്പോൾ 20 കംപ്ലീറ്റ് ആയതൊക്കെ നമ്മൾ തൊട്ടടുത്തേക്ക് പെടുത്തുക. അങ്ങനെയുള്ള കേസിൽ ആ കോൺസെപ്റ്റാണ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽസ്. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അധികം എക്സാമ്പിളിൻ്റെ ആവശ്യമില്ല, എന്നാലും നിങ്ങൾക്ക് ചിലപ്പോൾ വരുമ്പോൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായല്ലോ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെല്ലുകൾ നമ്മൾ കൊടുക്കുമ്പോൾ, ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ, അതിലെ ഒരു ക്ലാസിൻ്റെ ഹയർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പർ ലിമിറ്റും നെക്സ്റ്റ് ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് സെയിം ആയിരിക്കുമ്പോൾ അത് എവിടെ ഉൾപ്പെടുത്തും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഈ എക്സ്ക്ലൂസീവ് ടൈപ്പിലും ഇൻക്ലൂസീവ് ടൈപ്പിലും വേറെ വേറെ വരിക. അപ്പോൾ എക്സ്ക്ലൂസീവ് ടൈപ്പ് ആണെങ്കിൽ അത് ഏതിൽ കൊണ്ടുപോകും? ഹയർ മെത്തേഡിൽ, ഹയർ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കും. ദെൻ ഇൻക്ലൂസീവ് ടൈപ്പ്. Under this method, the lower limit of a class is next value of the upper limit of the preceding class. For example, classes 10 to 19, 20 to 29, likewise. So we cannot have such a confusion regarding the value of 20.
Here value 20 includes only in one class, 20 to 29. So no doubt or no confusions at all. Then examples for exclusive and inclusive type. See, exclusive type, and here it is an inclusive type. You consider the class limits. Here it is 10 to 20, 20 to 30, 30 to 40, 40 to 50, etc. But in the inclusive type, see, class widths are not overlapping. 10 to 19, 20 to 29, 30 to 39, 40 to 49, 50 to 59, etc. Then number of people or the frequency may be different. Then cumulative frequency distribution. Cumulative frequency distribution has the frequencies shown in a cumulative manner. It is constructed by adding the frequency of the first class to the frequency of the second class, that to the third, and so on. The cumulation may be downward or upward. See, here an example for downward cumulative type of frequency distribution is given. See, below 20. Example with the data under consideration is the same as previous one. See, below 10 is only 5. Below 20, 13. Below 30, 23. How will you obtain these frequencies? ചെറിയൊരു കൺഫ്യൂഷൻ സാധ്യതയുണ്ട്. തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ നോക്കിയേ. ഇവിടെ നമ്മൾ 10 to 20 5 നമ്മൾ കാണിച്ചു തരുന്നു. 20 to 30 8, 30 to 40 10. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ 10 താഴേക്കുള്ള എത്രയായിരിക്കും? ബിലോ 10 എന്നുള്ളത് 0 ആയിരിക്കും. ബിലോ 20 എത്രയായിരിക്കും? 5 ആയിരിക്കും. ബിലോ 30 ആണെങ്കിലോ ഈ 10 to 20 ഉള്ളതും ഈ 20 to 30 ഉള്ളതും ബിലോ 30 നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ 5 8 13 ആയി കൂട്ടേണ്ടി വരും. മനസ്സിലായല്ലോ? ബിലോ 30 13. ബിലോ 40 ഈ 10 കൂടി കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ 23 വരും. ബിലോ 50 ലൈക്ക് വൈസ്. മനസ്സിലായി കാണുന്ന വിചാരിക്കണം. ഈ ക്യൂമുലേഷൻ, ഇത് നമ്മൾ പറയുന്ന ക്യൂമുലേഷൻ ഡൗൺവേർഡ് അപ്വേർഡ് ആണോ? ഞാൻ അടുത്ത എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കിക്കോളൂ. ഇനി വേറൊരു ടൈപ്പ് എബോവ് 10. എബോവ് 10 എന്ന് പറയുമ്പോഴോ ഇവിടെ ബിലോ 10 ആണ് 5 പറഞ്ഞത്. എബോവ് 10 എന്ന് പറയുമ്പോൾ ഈ ബിലോ 60 വരെയുള്ള വാല്യൂസ് ഒക്കെ ഈ 10 താഴേക്കുള്ളത് നമ്മൾ ഒഴിവാക്കും, ബാക്കിയുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഈ വാല്യൂസ് മുഴുവൻ ഇതിൽ ഉൾപ്പെടുത്തും. അങ്ങനെ 43 എണ്ണം വരും. എബോവ് 20, അപ്പോൾ ഇത് ഈ 20 താഴേക്കുള്ളതൊക്കെ നമ്മൾ നെഗറ്റീവ് സബ്സ്ട്രാക്ട് ചെയ്ത് കളയുമ്പോൾ 33 എണ്ണേ വരുള്ളൂ. എബോവ് 30 14, എബോവ് 40 7, എബോവ് 50 5, എബോവ് 60 1. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഏകദേശം സിമിലർ ആയിട്ടുള്ള വ്യത്യാസം വരിക. ഇതിലേതാണ് ഡൗൺവേർഡ് ക്യൂമുലേറ്റീവ്? താഴേക്ക് വരുമ്പോൾ ക്യൂമുലേറ്റ് ചെയ്ത് വരുന്നതാണ് ഡൗൺവേർഡ് ക്യൂമുലേറ്റീവ്. ഇനി താഴേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? കുറഞ്ഞു വരുന്നു. അതിന് നമ്മൾ അല്ലെങ്കിൽ താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ അത് ഇങ്ങനെ കൂടി വരുന്നു. താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ കൂടി വരുന്ന ഫ്രീക്വൻസി ഉള്ളതാണ് അപ്വേർഡ് ക്യൂമുലേറ്റീവ്. ഈ മുകളിൽ താഴേക്ക് വരുന്ന ഫ്രീക്വൻസി കൂടി വരുന്നത്, മുകളിൽ താഴേക്ക് ഫ്രീക്വൻസി കൂടുന്നതാണ് ഡൗൺവേർഡ് ക്യൂമുലേറ്റീവ്. മുകളിലേക്ക് ഫ്രീക്വൻസി കൂടുന്നതാണ് അപ്വേർഡ് ക്യൂമുലേറ്റീവ്. ദെൻ ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ്. അടുത്ത ക്ലാസ് ആണ്, അടുത്തൊരു മോഡ്യൂളാണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ്. അപ്പം നമ്മൾ വെറും 5 മിനിറ്റ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റ് കൂടി ഇതിലെ കേസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് നിർത്താം. എന്താണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ്? Graphs and diagrams is one of the statistical methods which simplifies the complexity of quantitative data and make them easily intelligible. എന്താ ഇന്റലിജിബിൾ? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥത്തിൽ. അതായത് നമ്മൾ ഈ പെട്രോളിന്റെ വില ഓരോ മാസം എങ്ങനെയുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് ഒക്കെ വായിച്ചു നോക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും ഗ്രാഫ് അത് കൂടുകയാണ് കുറയണത് പെട്ടെന്ന് കാണാൻ പറ്റും. നമുക്ക് ഒരു കർവ് വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബാർ ഡയഗ്രോ ലൈൻ ഡയഗ്രോ ഒക്കെ നമുക്ക് കാണും. ഇതൊന്ന് വരച്ച് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ഫിഗേഴ്സ് നമുക്ക് മനസ്സിലാവുമ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഐഡിയ കിട്ടണമെന്നില്ല. അപ്പോൾ diagrams and graphs is one of the statistical methods which simplifies the complexity of quantitative data and make them easily intelligible.
Then first one is diagrams. Diagrams are pictorial representation of quantitative data. ഒരു നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റനെ ക്വാണ്ടിറ്റേറ്റീവ് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് പിക്ടോറിയൽ, പടങ്ങൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഡയഗ്രംസ്. General rules for constructing diagrams are: diagrams must be drawn in an effective and attractive manner. പരീക്ഷ ചോദിക്കാറുണ്ട് effective and attractive manner. And neatness should be observed while drawing diagrams. സിമ്പിൾ ആയിരിക്കണം, കാര്യം പെട്ടെന്ന് മനസ്സിലാവുന്നതിന്റെ നീറ്റ്നെസ് ഷുഡ് ബി ഒബ്സർവ്ഡ് വൈൽ ഡ്രോയിങ് ഡയഗ്രംസ്. Third one, scales should be chosen such that diagrams should not be too big or too small. വല്ലാണ്ട് ചെറിയ പടങ്ങളോ ഡയഗ്രങ്ങളോ വല്ലാണ്ട് വലിയ ഡയഗ്രങ്ങളോ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പറിൽ ഒരു സൂട്ടബിൾ, ഒരു സാറ്റിസ്ഫാക്ടറി, സിഗ്നിഫിക്കൻറ്റ്. വല്ലാണ്ട് വലുപ്പമായി കഴിഞ്ഞാൽ മോശമായി, ചെറുതായാലും മോശമായി. പാകത്തിന് നമ്മുടെ ക്യാൻവാസ് അല്ലെങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിന്, ബോർഡാണെങ്കിൽ ബോർഡ്, ചുമരാണെങ്കിൽ ചുമര്, അവിടെ റെപ്രസെന്റ് ചെയ്യുന്നതനുസരിച്ച് അതിനുള്ളിലുള്ള സൈസ് നമുക്ക് ഇങ്ങനെ പറയാം. ഷുഡ് നോട്ട് ബി ടു ബിഗ് ഓർ ടു സ്മോൾ. ഡയഗ്രം ഷുഡ് ഹാവ് അപ്രോപ്രിയേറ്റ് ഹെഡിങ്. കൃത്യമായിട്ട് എന്തൊക്കെ കാണിച്ചുള്ളത് കൃത്യമായിട്ട് ഹെഡിങ് വേണം. ദ സ്കെയിൽ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ദ ഡയഗ്രം മസ്റ്റ് ബി ഇൻഡിക്കേറ്റഡ്. സ്കെയിൽ, ഗ്രാഫ് വരയ്ക്കുന്ന സ്കെയിൽ കാണിക്കുന്ന പോലെ ഡയഗ്രത്തിന് സ്കെയിൽ നമ്മൾ പറയേണ്ടി വരും. വേർഡ്സ് ആൻഡ് നമ്പേഴ്സ് മസ്റ്റ് ബി യൂസ്ഡ് മിനിമം ആസ് ഫാർ ആസ് പോസിബിൾ. ഒരു ഡയഗ്രം പെട്ടെന്ന് കാണുമ്പോൾ അതിൽ എഴുതിയിട്ട് നമ്മൾ വായിച്ചു നോക്കാൻ ശ്രമിക്കില്ല, നമുക്ക് അതിനോട് ക്ഷമ ഉണ്ടാവില്ല. പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. വേർഡ്സ്, നമ്പേഴ്സ്, എക്സ്പ്ലനേഷൻസ് മിനിമം. ചിലതിൽ നമ്പറൊക്കെ കാണിക്കേണ്ടി വരും, പക്ഷെ അത് മിനിമം ഉണ്ടാക്കാം. Diagrams should be simple so that they can be easily understood. Diagrams should be drawn from left to right or from bottom to top. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ താഴെ നിന്ന് മുകളിലേക്കാണോ ഗ്രാഫുകളും ഡയഗ്രങ്ങളൊക്കെ വരയ്ക്കുക. അതൊരു ജനറൽ റൂളാണ്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കെയർ ഷുഡ് ബി ടേക്കൺ ടു സെലക്ട് എ ഡയഗ്രാം സൂട്ടബിൾ ടു ദ ഡേറ്റ. നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഡേറ്റയ്ക്ക് അനുസരിച്ചുള്ളൊരു ഡയഗ്രാം അല്ലെങ്കിൽ അത് വൃത്തികേടായിരിക്കും. 10. Footnotes may be given if necessary to clarify points relating to the diagram. ചില ഗ്രാഫുകളിൽ ഒരു അസ്റ്ററിസ്ക് മാർക്ക് കൊടുത്തുകൊണ്ട് താഴെ അത് എഴുതി വെച്ചിട്ടുണ്ടാവും ആ മാർക്ക് എന്താണ് വ്യത്യാസം എന്നുള്ളത്. ചില കർവുകളിൽ വ്യത്യാസം വരുമ്പോഴേ അല്ലെങ്കിൽ വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാവുന്ന ഘട്ടത്തിലുള്ളതാണെങ്കിൽ അടിയിൽ ഇങ്ങനെ അസ്റ്ററിസ്കോട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഫുഡ് നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. 1, 2 അല്ലെങ്കിൽ മാർക്കുകൾ, ക്വസ്റ്റ്യൻ മാർക്കോ എക്സ്ക്ലമേറ്ററി മാർക്കോ അല്ലെങ്കിൽ ഈ ഹാഷ് സിമ്പലോ സ്റ്റാറോ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. താഴെ സ്റ്റാർ എന്തെങ്കിലും കൊടുത്ത് കണ്ടിട്ടുണ്ടാവും. ഫുഡ് നോട്ട്സ് എന്ന് പറയാം. ഫുഡ് നോട്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. Next one is classification of diagrams. Diagrams can be classified into 3: dimensional diagrams, cartograms and pictograms. എന്താ പറഞ്ഞേ? ഡയമെൻഷണൽ ഡയഗ്രംസ്, കാർട്ടോഗ്രാംസ് ആൻഡ് പിക്ടോഗ്രാംസ്. ഇന്ന് ഞാൻ ഡയമെൻഷണൽ ഡയഗ്രങ്ങളിൽ 1-2 പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ 20-25 മിനിറ്റ് ഒക്കെ ആവും. നോക്കട്ടെ, എന്താണ് ഡയമെൻഷണൽ ഡയഗ്രംസ്? Dimensional diagrams are those diagrams which show statistical information in terms of length, height, area or volume. നമ്മൾ മെഷർ ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂ അത് നമ്മൾ ലെങ്ത് ഉപയോഗിച്ചോ ഹൈറ്റ് ഉപയോഗിച്ചോ ഏരിയ ഉപയോഗിച്ചോ വോളിയം ഉപയോഗിച്ചോ റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ഡയമെൻഷണൽ ഡയഗ്രംസ് നമ്മൾ പറയാം. അത് പലതരത്തിലുണ്ട്. 1 ഡയമെൻഷണൽ ഡയഗ്രം, 2 ഡയമെൻഷണൽ ഡയഗ്രം, 3 ഡയമെൻഷണൽ ഡയഗ്രം. അതിന് മേലേക്ക് ഡയഗ്രം പോസിബിൾ ആണോ? നമുക്ക് പേപ്പറിലോ അതിൽ റെപ്രസെന്റ് ചെയ്യാം, പക്ഷേ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിവേ യൂഷ്വലി പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഡയഗ്രംസിനെ പറ്റി നമുക്ക് പറയുന്നുള്ളൂ. ലെറ്റ് മി കണ്ടിന്യൂ. ഡയമെൻഷണൽ ഡയഗ്രംസ് ആർ ഓഫ് 3 types: 1 dimensional, 2 dimensional and 3 dimensional. Let us come across 1 dimensional diagrams. In 1 dimensional diagrams, the height will represent magnitude of observations. In 1 dimensional diagrams, height of the diagram represent the value of the variable. In 2 dimensional diagrams, the area will represent the magnitude of observations. 2 dimensional diagram ആണെങ്കിൽ ഏരിയ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വേരിയബിളിന്റെ വാല്യൂ റെപ്രസെന്റ് ചെയ്യുക. In 3 dimensional diagrams, the volume will represent the magnitude of observations. വോളിയാണ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. എവിടെ? 3 dimensional diagrams. Most commonly used 1 dimensional diagrams are line diagram and bar diagram. Then next you have to see what is meant by line diagram. How will you represent line diagram? Line diagrams are 1 dimensional diagrams. They are drawn to represent the various values of a variable by lines. Lines ഉപയോഗിച്ച് നമ്മൾ represent ചെയ്യുന്നു. For example,
If you want to represent the population in 6 towns in a particular year, we can draw 6 lines whose length where the length of the lines being proportional to the population figures. Lines can be horizontal or vertical. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ പറഞ്ഞ പോലെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരയ്ക്കുന്നതാണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ തരാം. ഡ്രോ എ ലൈൻ ഡയഗ്രം ടു ദ ഫോളോവിങ് ഡേറ്റ. 5 ടൈംസ് 5. ഇവിടെ എക്സാമ്പിൾ നമ്മൾ 6 ടൗൺസ് എന്ന് പറഞ്ഞ് ഇവിടെ പക്ഷെ 5 ഉള്ളൂ. 3, 2, 5. ഓക്കെ, ഈ 5 സിറ്റി ABCD എന്ന് പറയുന്ന സിറ്റികളിലെ പോപ്പുലേഷനാണ്, മില്യൺസിലെ പോപ്പുലേഷനാണ് ഈ ടേബിളിൽ തന്നിട്ടുള്ളത്. ഇത് നമ്മളെങ്ങനെ വരയ്ക്കും നോക്കാം. നോക്കൂ, നേരത്തെ തന്ന പ്രോബ്ലം തന്നെ. പോപ്പുലേഷൻ ഇറ്റ്സ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ വൺ ഡയമെൻഷൻ ഡയഗ്രാം. ഹിയർ the value of the variable is represented by lines. Simple lines may be there, and in order to give emphasis to the end point, I have given a point here. Actually, in line diagrams there may not be such a point. Okay, line വളരെ നാരോ ആയതിന്റെ പേര് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ അത് ചേർത്തത്. Got the idea? This is a line diagram. For example, in the city C, see how many million people are there? 12. C, 12 ആണ്. Okay, very easily. If one happens to see this table, he may not understand anything. But in this case, instead if he see this diagram, very easily he can understand that the population in town C, that is 12 million, whereas the least is for E, which is 5. Okay, got the idea? I'm not going for much details. It's very simple. Then bar diagrams. Bar diagram consists of a series of bars of equal width whose length are proportional to the magnitude of the variable. The bars should stand on common baseline with equal gap between the bars. I repeat, the bars should stand on common baseline with equal gap between the bars. The bars may be either horizontal or vertical. ഞാൻ നേരത്തെ നമ്മൾ ലൈൻ ഡയഗ്രാം പറഞ്ഞു. ലൈൻ ഡയഗ്രത്തിൽ നോക്കി ഇവിടുന്ന് താഴേന്ന് മുകളിലേക്കാണ് ലൈൻ ഡയഗ്രാം പ്രസന്റ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് ഇങ്ങനെയുള്ള ലൈൻ ഡയഗ്രാം പോസിബിളാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ വരച്ചിട്ടുള്ള പോസിബിളാ. അപ്പൊ ഇവിടെ സിറ്റികൾ ഇവിടെ കാണിക്കും, ഇവിടെ പോപ്പുലേഷൻ കാണിക്കും. അപ്പൊ ഇങ്ങനെ ലൈൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബാർ ഡയഗ്രങ്ങളിലും ഇതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതോ വെർട്ടിക്കൽ ആയിട്ടുള്ളതോ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതോ പോസിബിളാണ്. ഓക്കെ, സി bars may be either horizontal or vertical. The important types of bar diagrams are simple bar diagrams, subdivided bar diagrams, multiple bar diagrams, percentage bar diagrams. Okay, let us see one by one. ഇതിലൊരു 2 എണ്ണം പറഞ്ഞാൽ മതി, അപ്പോഴേക്കും നമ്മുടെ സമയമാവും. അതുകൊണ്ട് 2 എണ്ണം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. എന്നെ കണ്ടുപോകാനായാലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ ഡേറ്റ് പെട്ടെന്ന് തീർന്നു പോകും. ബാക്കി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. Simple bar diagram. In a simple bar diagram, the value of a variable are represented by a number of separated bars whose height is proportional to the magnitude of the variable. Simple bar diagram is used to represent only one variable over time, space, etc. This is the limitation of simple bar diagram. The values of the variables are represented by a number of separated bars whose height is proportional to the magnitude of the variable. Okay. ഈ ബാർ ഡയഗ്രാമിൽ ഈ ഹൈറ്റ്, ബാറുകളായിട്ട് നമ്മൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്ന ഹൈറ്റ്, ഈ ബാറുകളുടെ ഹൈറ്റ് നമ്മുടെ വേരിയബിളിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. മാത്രമല്ല ഒരൊറ്റ വേരിയബിൾ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ സിമ്പിൾ ബാർ ഡയഗ്രം ഉപയോഗിക്കുക. ഓക്കെ, ഈ ബാറുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ ആ ഗ്യാപ്പുകൾ ഈക്വൽ ഗ്യാപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. എന്നാലേ അത് ഭംഗിയുള്ളൂ. ഗ്യാപ്പുകൾ വ്യത്യാസം വരും. അത് റൂളാണ്. ഇത് ഈ ബാർ ഡയഗ്രം വയ്ക്കുന്നത്. ഞാൻ പിന്നെ അത്ര ഡീറ്റെയിൽസിൽ പോകുന്നില്ല. അത്ര അത്യാവശ്യമായിട്ട് നമുക്ക് കാര്യത്തിൽ മാത്രം നമുക്ക് നോക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, യു കൺസിഡർ ഡ്രോ എ ലൈൻ ഡയഗ്രം ടു ദ ഫോളോവിങ് ഡേറ്റ. നേരത്തെ തന്നിട്ടുള്ള ലൈൻ ഡയഗ്രം തന്നെ. ദാറ്റ് മീൻസ് 5 cities are given, A, B, C, D, E, whose populations are also given. This is a given data. And whenever you represent this data by bar diagram, you will get in this way. See, bars. This bar, റെഡ് കളറിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന ബാർ എന്ന് വിളിക്കുക.
Bar A stands for, see, the population in millions in the city A. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞതാണ് സിറ്റി സിയിൽ 12 ആയിരുന്നു. ഈ എളുപ്പത്തിൽ ഈ ബാർ സി നോക്കി 12 നേരെയായിരിക്കും. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവാം ഏതാ കൂടുതലുള്ളത് ഏതാ കുറവുള്ളത്, ഏത് കൂടുതലുള്ള സിറ്റി ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മറ്റേത് ഈ ടേബിൾ മുഴുവൻ വായിച്ചു നോക്കണ്ടേ. ഓക്കെ, സിമ്പിൾ ബാർ ഡയഗ്രാം. ഇവിടെ കണ്ടീഷൻ എന്താ? ഹൈറ്റ് ഓഫ് ദീസ് ബാർസ് റെപ്രസെന്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വേരിയബിൾ. ഗോട്ട് ദ ഐഡിയ? Bars should stand on a common baseline. Okay, and these bars are drawn vertically. Instead, you can draw horizontally also. അപ്പോൾ ഈ ബാറുകൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും വരയ്ക്കുക നമ്മൾ ലൈൻ ഡയഗ്രത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ. Then multiple bar diagrams. Multiple bar diagrams are used to represent two or more sets of interrelated data in one diagram. Each set of variables are represented by a set of bars placed close to each other. For example, you consider this problem. Represent the profits of two companies by multiple bar diagrams. See, the profits of two companies, company A and company B, are given for 5 years, financial years, to 2003 and 4, 2004, 5, etc. up to 2007 to 8. And you compare the value is maximum for, see, company A at 2007 and 8, that is 179. This is the highest. Whereas company B has also the same, the similar trend. The highest value 130 is for this 2008. Okay. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താ? Each set of variables are represented by set of bars placed close to each other. ഇതിൽ ബാറുകളാണ് ഉപയോഗിക്കുക ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ. നോക്കി, മൾട്ടിപ്പിൾ ഡാറ്റ ഡയഗ്രംസ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് ടു ഓർ മോർ സെറ്റ്സ് ഓഫ് ഇന്റർ റിലേറ്റഡ് ഡേറ്റ ഇൻ വൺ ഡയഗ്രാം. ഒരു ഡയഗ്രത്തിൽ തന്നെ രണ്ടോ അതിലധികമോ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ. ഇപ്പൊ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്ത ഡേറ്റ എന്ന് പറയുന്നത് 2003, 2004 കമ്പനി എയുടെയും കമ്പനി ബിയുടെയും എന്താ പ്രോഫിറ്റ്സ്, അത് റിലേറ്റഡ് ആണ് രണ്ടും. അപ്പോൾ അതിൽ അടുത്തടുത്തുള്ള രണ്ട് ബാറുകളായിട്ട് എനിക്ക് കാണിക്കും. യു ഗോ ഫോർ ദ സ്ലൈഡ്. സി, കമ്പനി എ ഡാർക്ക് ബ്ലൂ കളറിലും കമ്പനി ബി റെഡ് പാറ്റേണിലാണ് കൊടുത്തത്. ഓക്കെ, 2003, 2004 ഇവിടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഇത് 2 3 കൊടുക്കാം. 3 കമ്പനി ഉണ്ടെങ്കിൽ ഇപ്പൊ 2 കമ്പനികൾ 2 ബാർ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് 2 ബാറുകൾ അടുത്തടുത്ത് നിൽക്കുന്നു. 2003, 2004, see, this is 120. Company A made a profit of 120. Okay, whereas company B could attain only 90. 90യുടെ വാല്യൂ പ്രൊഫഷണൽ ഇതാണ്. ഇതുപോലെ ഓരോന്നും ഇറ്റ്സ് വെരി ഈസി. കാണുമ്പോൾ മനസ്സിലാവും ഏത് കമ്പനിക്കാണ് വിറ്റുകാർ കൂടുതലുള്ളതെന്നും ഏത് ഇയറിലാണ് കൂടിയതെന്നും പെട്ടെന്ന് മനസ്സിലാവും. ഇവ തമ്മിലുള്ള ഈ ഗ്യാപ്പ് കുറഞ്ഞവനെന്താ അർത്ഥം? ഇങ്ങനെ പോകും തോറും കമ്പനികൾ രണ്ടും ഒരേപോലെ, രണ്ടും ഒന്നായാല് ഒരേ ലാഭമാണ് 2 കമ്പനിക്ക്. പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് കമ്പാരിസൺ. അതാണ് ഒരു പ്രധാന ആവശ്യം. ഓക്കെ, ഇന്നത്തേക്ക് ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നു. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറേശ്ശെ മതി. നമുക്ക് സിലബസ് തീരാണ്ടാകുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടി കൊണ്ടുപോകാം. ഇതൊക്കെ വളരെ എളുപ്പമുള്ള സംഗതികളാണ്. ഞാൻ ക്ലാസ് റൂമിൽ ഇതിന്റെ നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് അഡ്രസ് നിങ്ങൾക്ക് അറിയാലോ. അപ്പം അത് നിങ്ങൾക്ക് നോക്കിയാൽ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ. എനിവേ, അതാ ദിവസം പഠിച്ചു പോകാൻ നോട്ട് എഴുതിയെടുക്കുക. എന്നാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു കാലഘട്ടം എത്ര വരെ പോകുന്ന അറിയില്ല. എന്തായാലും ഈ സെമസ്റ്റർ മിക്കവാറും ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സൊക്കെ കിട്ടിയേക്കും, നമുക്കറിയില്ല എങ്ങനെയെന്ന്. അതുകൊണ്ട് കൃത്യമായിട്ടൊക്കെ പഠിച്ചു പോവുക. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ.